ഹായ്, ഇറ്റ്സ് മീ ഇവ. ഇന്നുണ്ടാക്കാൻ പോണത് ട്രസ്ലെസ് കേക്കാണ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം 3 മുട്ട വേണം. മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിക്കുക. പിന്നെ നല്ല ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഫസ്റ്റ് ലോ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂട്ടി വരിക. അങ്ങനെ ചെയ്താലാണ് നന്നായി പൊന്തി വരുള്ളൂ. കണ്ടോ, നന്നായി പൊന്തി വരണില്ലേ? നമ്മളെ എഗ്ഗ് ഇപ്പം നല്ല ഫ്ലഫി ആയി വന്നിട്ടില്ലേ? ഇനി മമ്മൻ്റെ കുറച്ച് ഹെൽപ്പ് ചോദിക്കാം. മമ്മ അവിടെ ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് കൊടുക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് വെച്ചിട്ട് നമ്മൾ നന്നായി ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഐസിങ് ഷുഗർ നന്നായി കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ ബീറ്റ് ചെയ്ത് നിർത്താൻ പാടില്ല. ഇങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. മെല്ലെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇതുപോലെ ബീറ്റ് ചെയ്ത് വന്നാൽ നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി. നമുക്ക് ഡ്രെയിനിങ് സൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രെയിനിങ് സൈസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഓരോ ബാച്ച് ആയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നന്നായി കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി. നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കാണാൻ. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്ന് ഒഴിക്കുമ്പോൾ നന്നായി അടുത്തേക്ക് നിന്നിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ ബബിൾസ് വരും. നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം. കേക്ക് ഓവനിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് നമുക്ക് പോവാം. നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ട്രസ്ലെസ്ക്കുള്ള മിൽക്ക് ഉണ്ടാക്കാനായിട്ടൊരു ബോളും വിസ്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ എടുത്ത 3 ഇൻഗ്രീഡിയൻസും കൂട്ടിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്ത് അനുസരത്തിന് എടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. കട്ടായ വിപ്പിംഗ് ക്രീമൊക്കെ ഉടക്കണം. ഇതുപോലെ പത വരുന്ന പോലെ വേണം ഇത് ചെയ്യണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതുപോലെ ഒരു ഡപ്പ് എടുത്തിട്ട് കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇതും മുട്ട ബീറ്റ് ചെയ്ത പോലെ ബീറ്റ് ചെയ്യുക. ആദ്യം ലോ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രിഫായിട്ടുള്ള ക്രീം കിട്ടും. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടില്ലേ? ക്യൂട്ട് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയ ഫ്രെയിം എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ നല്ല കേക്കാൻ തോന്നിയിട്ടില്ല, ഐസ്ക്രീം പോലെ ഉണ്ട്. ഞാൻ
പറഞ്ഞതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഉണ്ട് പുറത്തേക്ക് വെക്കാം. ഇനി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തേക്കാം. ടെസ്ല സെറ്റ് ആയതുകൊണ്ട് കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ വെക്കണം. നമ്മളെ കേക്ക് ഇവിടെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി 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 കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മിൽക്കിലും കേക്കിലും കുറച്ച് കുറച്ചായിട്ട് കുറെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ മിൽക്കാണ് ഈ കേക്കിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ എത്ര മിൽക്ക് കഴിക്കണോ അതോ ടേസ്റ്റ് കൂടും. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണേ. കണ്ടോ, ഇതുപോലെ കണ്ടില്ലേ? ഇതുപോലെ വേണം മിൽക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാം ക്രീം വെച്ചിട്ട്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. ഇതുപോലെ തിരിച്ചു കൊടുക്കാം. പൂവിട്ട് കൊടുക്കാം. കാണുന്ന പോലെ ഇങ്ങനല്ല, ഏറ്റവും ടഫായതാണിത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. മമ്മനെ വിളിക്കാനൊക്കെ തോന്നി, പക്ഷെ എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ എന്തോ ഒറ്റയ്ക്ക് ചെയ്തു. ഇത് കൺട്രോള് തെറ്റിയപ്പോൾ ഞാൻ കുറച്ച് കൈക്കൊക്കെ ചെയ്തു. കാരണം നല്ല ടേസ്റ്റി സ്മെല്ലാണ് അതിന് വന്നത്. പക്ഷെ ഉണ്ടല്ലോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്കതിൻ്റെ ഡിസൈൻ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസൈനൊന്ന് മാറ്റി. സൈഡിൽ വരച്ചു കൊടുക്കാൻ തുടങ്ങി. വരച്ചെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വശപ്പിശ തോന്നി. പക്ഷെ അത് ഞാൻ ഫുള്ളാക്കി കൊടുത്തു. ഇങ്ങോട്ടും അതൊക്കെ ഇഷ്ടമായില്ല. ഒരു സ്പാച്ചർ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്തു. അപ്പൊക്കൊന്ന് കുറച്ചൊക്കെ ഇഷ്ടമാവാൻ തുടങ്ങി. അപ്പം ഞാൻ ഫുള്ള് ലെവലാക്കി കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാം. എനിക്കിതാണ് ഇഷ്ടമായത്. അങ്ങനെ ക്രീമൊക്കെ ലെവലാക്കി കൊടുത്തു. അപ്പോഴാണ് കുറച്ച് കുഴികളൊക്കെ ഞാൻ കണ്ടത്. ആ കുഴികൾ നമുക്ക് പൂ വെച്ച് അടക്കാം. അങ്ങനെ ചെയ്തപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും പോവല്ലേ. നമ്മളെ കേക്ക് ഇവിടെ റെഡി. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതാണ് നമ്മളെ കേക്കിന് കുറച്ച് ചെറിയ പണിയും കൂടിയുണ്ട്. ഈ കേക്കിൻ്റെ മേലെ നമുക്ക് മിൽക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എനിക്ക് അഹാനദിയിൽ കേക്കിനെ കണ്ടപ്പോൾ ഒന്ന് കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്ക് മിൽക്കും കൂടി കൂട്ടിയിട്ട് കേക്കാം. യമ്മി. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലുണ്ട്, അതും കൂടി അമർത്താം. അപ്പം ആരും ബെല്ലടിക്കാൻ മറന്നു പോകല്ലേ. സ്റ്റേ ട്യൂൺ. ബൈ.